ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടലമിഠായിയാണ്. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർക്ക് വരെ വളരെ ഇഷ്ടമുള്ളൊരു മിഠായിയാണിത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വറുത്ത നിലക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് നന്നായി തിരുമ്മിക്കഴിഞ്ഞാൽ തൊലിയെല്ലാം പോവുകയും ചെയ്യും, കടല രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയും ചെയ്യും. ഈ കടല ഒരു 3-4 മിനിറ്റ് ഒന്നുകൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും, ഒരു 3-4 മിനിറ്റ് വറുത്താൽ മതി. അപ്പോൾ എത്രയാണോ കടല എടുത്തത് അതിൻ്റെ പകുതി അളവിൽ ശർക്കര എടുക്കണം. ഞാനിവിടെ ഒരു 1.25 കപ്പ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3/4 കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ശർക്കരയിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയിൽ അഴുക്കുള്ളതായി തോന്നുകയാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായി തിളപ്പിക്കുക. ശർക്കര പാനി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കടലമിഠായി വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശർക്കരപ്പാനിയുടെ പാകമാണ് ഏറ്റവും പ്രധാനം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തുള്ളി ശർക്കരപ്പാനി ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പാകമായിട്ടില്ല എന്നാണ്. ഇനി കുറച്ചുകൂടി നേരം ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് സോഫ്റ്റ് ബോൾ കൺസിസ്റ്റൻസിയിലാണുള്ളത്. നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഇതും ആയിട്ടില്ല എന്നർത്ഥം. ഇത് കുറച്ചുകൂടി ഒന്ന് ഹാർഡാവണം. വീണ്ടും ഇത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഉരുട്ടുമ്പോൾ അത് ഉരുണ്ട് വരുന്നുണ്ട്. ഇനി ഇതിനെ ഉരുട്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കാം. ഇപ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട്. അതിനർത്ഥം ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് എന്നാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി എത്രയും പെട്ടെന്ന് വറുത്ത് വെച്ച നിലക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിനെ ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. എണ്ണ തടവിയ ഒരു റോളിംഗ് പിന്ന് കൊണ്ട് നന്നായിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. കുറച്ച് കഴിഞ്ഞ് പരത്താൻ നിൽക്കുകയാണെങ്കിൽ അത് പരത്താൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി കത്തി വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. എളുപ്പത്തിൽ പീസാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വരഞ്ഞു കൊടുക്കുന്നത്. ഇത് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹാർഡായിരിക്കും. പിന്നെ മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള കടലമിഠായി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് വിട്ട് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അലൂമിനിയം ഫോയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.